ഹായ് കൂട്ടുകാരെ, ഇതെന്താ ഒരു പുകമയോന്നല്ലേ? പറഞ്ഞു തരാവേ. ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കുമാണ് കുടംപുളിയുടെ സീസൺ. അപ്പം ഈ കുടംപുളിയുള്ള മിക്ക വീടുകളുടെയും അടുക്കള പുറത്ത് നോക്കിയാൽ അറിയാം ഈ കുടംപുളി ഉണക്കാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്കും കുറച്ച് കുടംപുളി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലില്ല കുടംപുളി, അപ്പം നമുക്കും കുറച്ച് കുടംപുളി കിട്ടി. അപ്പോൾ ഇതൊന്ന് ഉണക്കണം. മഴയാണ്, ഉണക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എങ്ങനെ ഉണക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ കുടംപുളിയെ. ഇതൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ പൊട്ടിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ കുടംപുളിയുടെ അകത്തെ കുരു എടുത്ത് കളയണം. ഇത് കറക്റ്റ് നമ്മുടെ മംഗോസ്റ്റിനില്ലേ അതുപോലെ ഇരിക്കും ഇതിൻ്റെ കുരു കഴിക്കുമ്പോൾ. ഇതിന് നല്ല മധുരമായിരുന്നു കേട്ടോ. ചിലത് നല്ല പുളിയുള്ളതുണ്ട്, പക്ഷേ ഈ കുടംപുളിക്ക് നല്ല മധുരമായിരുന്നു. അത് കുടംപുളിയുടെ അകത്തെ കുരുവിന് നല്ല മധുരമായിരുന്നു. ഇത് കടിക്കരുത്, ഒരു കറയുണ്ട്, അത് പല്ലിലായാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഈ കുടംപുളിയെല്ലാം നമുക്ക് പുക കൊള്ളിക്കണം കേട്ടോ. മഴയായതുകൊണ്ട് തന്നെ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മിക്കവരുടെയും ഈ കുടംപുളിയുള്ള വീടുകളിലെ മിക്കവരും അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കുടംപുളി നിരത്തി വെച്ചിരിക്കുന്നതാണ്. അതായത് ഒരു കമ്പി വെച്ചിട്ട് പൊക്കി, ഒരു ഇഷ്ടിയൊക്കെ വെച്ച് കമ്പി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങനെ കുടംപുളി ഉണക്കും. ഇവിടെ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ മേളിലായിട്ട് നെറ്റ് കെട്ടിയിട്ട് താഴെ ഒരു അടുപ്പ് വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് ചവറും ഇട്ട് അത് കത്തിച്ചേച്ചും അതിൻ്റെ മുകളിൽ തൊണ്ട് വെച്ച്. അതായത് ഉണങ്ങിയ തൊണ്ടല്ല വെച്ചത്, ഇച്ചിരി നനച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ അത് കുറച്ച് നേരം എടുക്കും, അത് പുകഞ്ഞ് അത് കത്തത്തുള്ളൂ. അപ്പോൾ അത്രയും സമയം പുകയും ചെല്ലും, ഇത് വേഗം അങ്ങോട്ട് ഉണങ്ങുകയും ചെയ്യും. ഉണങ്ങിയെന്ന് വെച്ചാൽ ഒരു മാതിരി വാടി കിട്ടും. അപ്പം ഞാനിങ്ങനെയാണ് പുളി ഉണക്കിയത്. കുറേ പുക ചെന്നപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളർ മാറിയത് കണ്ടോ. ഇനി ഇത് 2-3 ദിവസം ആകുമ്പോഴത്തേക്കും ശരിക്കും ഇതിൻ്റെ കളറെല്ലാം മാറി നന്നായിട്ട് കറുത്ത് വരും. നമ്മളിവിടെ നെറ്റാണ് കെട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡേയ്സ് വേണ്ടി വരും ഇത് പുകകൊണ്ട് ഉണങ്ങാനായിട്ട്. നമ്മൾ കമ്പിയിൽ വെച്ചിട്ട് ഈ കനലിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണക്കുന്ന പോലെ വേഗത്തിൽ ഉണങ്ങി കിട്ടത്തില്ല കേട്ടോ. പക്ഷേ 2-3 ദിവസം കൂടുതൽ പിടിക്കുമെന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ പുക കൊള്ളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ അടുപ്പിൻ്റെ പുറത്തേത് വെക്കുകയാണെങ്കിൽ ഇത് കുറച്ച് പൊക്കി വേണം വെക്കാൻ. നമ്മൾ തീ കത്തിക്കുമ്പോഴത്തേക്കും അത് ഡയറക്റ്റ് അങ്ങോട്ട് ചെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതലും തൊണ്ടൊക്കെയാണ് വെക്കുന്നതെങ്കിൽ കത്തിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് പൊങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അറുക്കപ്പൊടി നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അറുക്കപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പുകഞ്ഞിരുന്നോളും. അങ്ങനെ ഇത് വേഗം ഉണങ്ങി കിട്ടും. അറുക്കപ്പൊടി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ.
പുകയെല്ലാം കൊള്ളിച്ച് കഴിഞ്ഞ് ഇവിടെ വെയിൽ വന്നപ്പോഴത്തേക്ക് വെയിലത്ത് വെച്ചും കൂടി ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നത്. ഇത് നന്നായിട്ട് ഉണങ്ങിയ പുളിയാണ്. ഇത്രയും ഉണങ്ങിയാൽ മതിയാവും. ഈ പുളീനെ എടുത്ത് നമ്മൾ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ പുരട്ടിയിട്ട് ഒരു ടിന്നിനകത്ത് അടച്ച് കുറേ നാൾ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള പുളി കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ കുടംപുളി ഉണക്കിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.